ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫാണെന്ന് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞപ്പോൾ വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കാന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ആ കപ്പ് എന്ന് പറയുന്നത് 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന കപ്പാണ്. അപ്പോൾ ആ ഒരു കപ്പിന് നിറച്ച് വെള്ളം കുടിച്ചു. വെറും വയറ്റിൽ തന്നെ കുടിക്കും. അത് വർഷങ്ങളായിട്ടുള്ള ശീലമാണ് കേട്ടോ. അത് വെറും വയറ്റിൽ തന്നെ കുടിക്കും. ആ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഷോപ്പ് തുറക്കാൻ പോവുക. എന്നിട്ട് ഷോപ്പിലത്തെ എന്തെങ്കിലും ചില്ലറ പണികൾ അടിച്ചു വാരലും അതൊക്കെ കഴിഞ്ഞ് ഞാനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മെഡിസിൻസും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോഴേക്കും ചായ കുടിക്കേണ്ട സമയമാവും. ആദ്യം വെള്ളം കുടിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയാണ്ട് വേറെ ഒന്നും ചായ ഒന്നും കുടിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഷോപ്പൊക്കെ തുറന്നിട്ട് ഞാൻ ഇരുന്നു. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാനുള്ളതും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും എണ്ണ ചിലതൊക്കെ നോക്കിയിട്ടേ അതൊക്കെ സെറ്റ് ചെയ്യാനും ബില്ല് കൊടുക്കാനുള്ളവർക്ക് ബില്ല് കൊടുക്കാനും ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ രാവിലെ ആ സമയത്ത് ചെയ്യും. പിന്നെ അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും. ഓർഡർ കറക്റ്റ് നോക്കി വെച്ചില്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു വെക്കണം. നമുക്ക് എല്ലാ മെഡിസിൻസൊന്നും എല്ലാ മെഡിക്കൽ ഷോപ്പിലും മിക്ക മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ ഏരിയയിൽ അവിടെ എന്താണോ പോണത് അവിടെ അങ്ങനെയാണ് വെക്കുക. അപ്പോൾ എനിക്ക് പോകുന്ന സാധനങ്ങൾ ഷോർട്ട് വരാൻ പാടില്ലല്ലോ. ആ സമയത്ത് ആളുകൾക്ക് വരും, സ്ഥിരം മേടിക്കുന്ന ആളുകൾ വരുമ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ഓർത്ത് അത് ഓർഡർ കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടോ നോക്കിയിട്ട് എഴുതി വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണത്. പിന്നെ ഓരോ എന്തെങ്കിലും അവിടെ ഒതുക്കാനും പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ രാത്രി തലേദിവസം ഒരു 9:45 അടയ്ക്കുക. ആ സമയത്ത് അടയ്ക്കുമ്പോൾ അവിടെ ബോക്സുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും പുറത്ത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക. അങ്ങനത്തെ ചെറിയ പണികളൊക്കെ രാവിലെ ഉണ്ടാവും. അപ്പോൾ ഇതാ മെഡിക്കൽ ഷോപ്പിന്റെ പുറത്താണ് അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അവിടെയൊക്കെ പുറത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അത് അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാനാണ് പോവാറ്. രാവിലെ ചായ കുടിച്ചാലാണ് ഉഷാറ് എനിക്ക് വരുള്ളൂ കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ചായ അകത്ത് എന്നാലേ ഒരു ഉഷാറ് വരുള്ളൂ. കാരണം ചായക്കും കാപ്പിക്കും അഡിക്റ്റാണ് ഞാൻ. ചായയും കാപ്പിയും നിർത്തുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. കാപ്പിനാട്ടി ഇഷ്ടം ചായയാണ്. പക്ഷെ ഞാൻ രണ്ടും കുടിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ ഗ്ലാസ്സാണ് മൊത്തം. അപ്പോൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഗ്ലാസ്സുകൾ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് ഒരു മെഴുക്ക് പോലെയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ചായയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ചായ പോയി തിളപ്പിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ചായ ആയിട്ടുണ്ട്. ഇനി അത് കുടിക്കണം. ചായ അത്യാവശ്യം ഒരു വെള്ളം കുടിച്ച കപ്പല്ല, അതിനായിട്ടും ചെറിയൊരു കപ്പാണ് കേട്ടോ. ഒരു ഒന്നേകാൽ ഗ്ലാസ് ചായയൊക്കെ കൊള്ളുന്ന ഒരു കപ്പാണ്. അപ്പൊ അത്രയും ഞാൻ എന്തായാലും രാവിലെ കുടിക്കാറുണ്ട്. അത്രയും കുടിച്ചാലേ എനിക്ക് സന്തോഷമാവുള്ളൂ മനസ്സിന്. ഇപ്പൊ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ എത്ര കിട്ടുക, കുഞ്ഞ് ഗ്ലാസ്സിന് കുറച്ചല്ലേ കിട്ടുക. അപ്പൊ അതിന്റെ ഇരട്ടി ഒക്കെ ഉണ്ടാവും ചായ. അപ്പോൾ അത് രാവിലെ നിർബന്ധമാണ്. അപ്പോൾ അത് കുടിക്കും. അത് കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ലിസ്റ്റ് വരികയാണെങ്കിൽ ചായ അവിടെ വെക്കും കേട്ടോ. ചായ അവിടെ വെച്ചിട്ട് ലിസ്റ്റൊക്കെ ആണെങ്കിൽ നല്ല ചൂടോടെ കുടിക്കണം. നല്ല ചൂട് തിളച്ച ചായ കുടിച്ചാലേ സമാധാനം. അവിടെ ആറ്റുപോലും ഇല്ല. ഞാൻ നേരെ തയ്ച്ച് കൊണ്ടുവന്ന് കുടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാങ്കിലേക്ക് പോകാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മേനെയും കൊണ്ട് ബാങ്കിലേക്ക് പോകണം. അപ്പോൾ അങ്ങനത്തെ പണികളുണ്ട്. വീട്ടിലെ അമ്മയ്ക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇന്ന് വർക്കൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വർക്ക് ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ കാരണം അതൊന്നും ഇല്ല. നമുക്ക് ഓരോ വർക്കുകൾ ഓരോരുത്തർ തരുമ്പോഴാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുക. അതായത് ചേച്ചി മെഡിസിൻ മേടിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഡിസിനൊക്കെ കൊടുത്തു. അപ്പോൾ ചേച്ചി എന്താ പൈസയൊക്കെ വെക്കുക എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് ചിലപ്പോൾ ഈ ചേച്ചി വരുമ്പോൾ ഞാൻ ചായ കുടിക്കുകയോ അപ്പോൾ ചായ അവിടെ വയ്ക്കും, കുറച്ചൊക്കെ തണുക്കും, അങ്ങനെയൊക്കെയാണ്. മുന്നെയൊക്കെ ഭക്ഷണം കഴിക്കണം നേരത്തെ മുകളിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അറിയില്ല ഭക്ഷണം കഴിക്കുകയാണോ. അപ്പോൾ ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ 4-5 പ്രാവശ്യമൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആളുകൾ ബെല്ലടിക്കുമ്പോൾ ഇറങ്ങി വരും. അമ്മ വീട്ടിൽ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. വെള്ളയപ്പം ഞാൻ വരുന്നേരത്ത് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ്. ഇന്ന് വെള്ളയപ്പമായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് വെള്ളയപ്പമാണ് കേട്ടോ. അമ്മ ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റിൽ വെക്കുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ അമ്മ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ്.
ഞങ്ങൾക്ക് വെള്ളയപ്പച്ചട്ടി ഇല്ല. അപ്പോൾ സാധാ നോൺ സ്റ്റിക്കിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് കറിയൊക്കെ വയ്ക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് വെള്ളയപ്പാത്രം മേടിച്ചിട്ടില്ല ഇതുവരെ. മുന്നൊക്കെ ഏതോ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് എൻ്റെ അറിവിൽ ഇപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല, അമ്മയ്ക്ക് ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ വെള്ളയപ്പാത്രം ഞാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ട, ഇതിലുണ്ടാക്കാന്നാണ് പറയാറ്. അപ്പോൾ ഇതിൽ അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെള്ളയപ്പം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാന്ന് വെച്ചിരുന്നു കേട്ടോ. മുട്ട ആകെ പൊട്ടിപ്പോയി. അത് ഇങ്ങനെ തോല് പൊളിക്കുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി വന്നിട്ടേ, അപ്പോൾ അത് അങ്ങനെയാണ് കിടക്കുന്നത്. ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. ഒരു മുട്ടയും ഉള്ളിക്കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടക്കറി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതും വെള്ളയപ്പാണ് രാവിലെ കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്കും അമ്മയ്ക്കും കൂടിയിട്ട് ബാങ്കിലേക്ക് പോകാൻ. അമ്മ കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ കഴിക്കുകയാണ്. അമ്മയും വരുന്ന കാരണം കൊണ്ട് അമ്മയും വേഗം കഴിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മ ഓരോ സമയമുണ്ട് അമ്മയ്ക്ക്, ആ സമയത്തൊക്കെ അമ്മ കഴിക്കുകയുള്ളൂ. അപ്പോൾ വേഗം കഴിക്കുക, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അമ്മയുടെ ബാങ്കിലേക്കാണ് പോണത്. കാരണം അമ്മയുടെ ബാങ്കിൽ ഒരു ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പം അമ്മ എന്തായാലും വരണമല്ലോ. അല്ലാത്ത ദിവസം അമ്മയ്ക്ക് അധികം സ്കൂട്ടിയിൽ ഇരുന്ന് വരാൻ ഇഷ്ടമില്ല. കാറിലാണെങ്കിൽ പിന്നെയും അമ്മയ്ക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ കനറ ബാങ്കിലെത്തി. അമ്മ അവിടെ ഇരിക്കുകയാണ്. ഞാൻ എടുക്കാനുള്ള റെസീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം, അപ്പോൾ നമ്മൾ ബാങ്കുകളിലൊക്കെ ഇപ്പോൾ നല്ല വെയിറ്റിംഗ് വരും. നമുക്ക് സ്വർണം വെക്കാനായാലും എടുക്കാനായാലും ഒക്കെ വെയിറ്റിംഗ് വരും. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ചെമ്മീൻ റെഡിയാക്കാണ് കേട്ടോ. ചെമ്മീൻ ഇന്ന് വറുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ശനിയാഴ്ച മേടിച്ച ചെമ്മീനാണ് ശരിക്കും. അപ്പോൾ ചെമ്മീൻ ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് വറുക്കാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുട്ടിക്കാണെങ്കിൽ എന്തെങ്കിലും മീൻ അല്ലെങ്കിൽ ഇറച്ചിയാണ് എന്തെങ്കിലുമൊക്കെ വേണം, എന്നാലേ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ വറുത്തിട്ട് കുറച്ച് കൂടുതൽ അവനും ഞങ്ങൾ കുറേശ്ശെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെമ്മീൻ, ചെറിയ ചെമ്മീനാണ്. അത് കാരണം കൊണ്ട് ഭയങ്കര പണിയാണ്. ഞാൻ അമ്മയും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞാൻ അമ്മയും കൂടിയിട്ട് ക്ലീൻ ചെയ്തു. കുഞ്ഞിതായത്, വലുതാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. ഇതിപ്പോൾ അതിൻ്റെ ആ വേസ്റ്റും ഇതൊക്കെ തന്നെ പറിച്ച് കളയണം. ഒരു നൂല് പോലത്തെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കളയണം. അപ്പോൾ കുഞ്ഞിതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചെമ്മീൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കുത്തും. ഒരു പ്രാവശ്യം കുത്തിയിട്ട് കയ്യിൽ നിന്ന് കുറച്ച് ബ്ലഡ് വന്നു. അപ്പോൾ അത്രയ്ക്ക് കുത്തണ ഒരു സാധനമാണ്. അപ്പോൾ അതും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പൊടിച്ചെമ്മീൻ ഭയങ്കര നൂലാമാലയാണ് നന്നാക്കി എടുക്കാനായിട്ട്. എന്നാലും അത് ഞങ്ങൾ ബാങ്കിൽ പോയി വന്ന കാരണം കൊണ്ട് ലേറ്റായി. 11:30 ഞങ്ങൾ ബാങ്കിൽ നിന്ന് എത്തുമ്പോൾ. ഇനി 11:30 എത്തി ചെമ്മീൻ റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ചോറ് വെക്കണം. ചോറ് പിന്നെ കുക്കറിലാണെന്ന് വെക്കണത്. ചോറ് വെക്കണം. പിന്നെ അത് മാത്രമല്ല കോവയ്ക്കുപ്പേരി അങ്ങനെയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പണിത്തിരക്കാണ്. അപ്പോൾ വേഗം ചെമ്മീൻ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വറുക്കണ കാര്യം സിമ്പിളാണ്, വറുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് ആ ക്ലീനിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയും കുറച്ച് നന്നാക്കാന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ അത് ആവില്ല, അത് കുറേ സമയം എടുക്കും. അപ്പോൾ കുഞ്ഞ് ചെമ്മീൻ മേടിച്ച ഇതാണ് അവസ്ഥ. അപ്പോൾ അമ്മയും കുറച്ചെടുത്ത് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഇത് വറുക്കാൻ വേണ്ടി കൂട്ടുകയാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും അങ്ങനെയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് കിട്ടിയതിന് ശേഷമാണ് അയ്യോ ഇതൊന്ന് വീഡിയോ എടുക്കാമായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ എടുത്ത് അത് കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ അമ്മ ചോറ് വയ്ക്കാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ഇപ്പോൾ ചെമ്മീൻ കൂട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി എനിക്ക് തുടങ്ങാൻ, കോവയ്ക്ക അരിയലും അതൊക്കെ. പക്ഷെ എല്ലാത്തിൻ്റെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി അത് കഴിഞ്ഞു. ചെമ്മീൻ വറക്കുന്ന വീഡിയോയും കോവയ്ക്കയുടെ വീഡിയോയും അതൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലഞ്ച് എല്ലാതും റെഡിയായി. കോവയ്ക്കുപ്പേരി, ചെമ്മീൻ വറുത്തത്, പിന്നെ കായപ്പേരിയും ചെമ്മീൻ കറിയാണ് കേട്ടോ. അതൊക്കെ ഇന്നലത്തെ കറിയാണ്. ഇന്നലത്തെ കായപ്പേരിയും ചെമ്മീൻ കറി ഇന്നലത്തെയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലഞ്ച് ഇന്നത്തെയും കറിയൊക്കെ കൂടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ചെമ്മീൻ വറുത്തത് ഭയങ്കര ടേസ്റ്റാണ്. കറി വെച്ചതിനായിട്ട് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം വറുത്തതാണ് കേട്ടോ.
റോസ്റ്റ് ചെയ്യണതും എനിക്ക് അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല. കാരണം ഒരു സവോള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, അതിന് മധുരിപ്പും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ എനിക്ക് ഈ വറുത്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടിക്കായാലും ഇഷ്ടമാണ്. അപ്പോൾ കുട്ടി ഈ ചെമ്മീൻ വറുത്തതും അതുപോലെ തന്നെ കടുമാങ്ങ ഉണ്ടായിരുന്നല്ലോ അച്ചാറിട്ടത്, ആ കടുമാങ്ങയും കൂട്ടിയിട്ടാണ് കുട്ടി കഴിക്കുക. കുട്ടിക്ക് ആ കടുമാങ്ങയുടെ ആ ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് അവൻ ഭക്ഷണം കഴിക്കുക. അവൻ ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല. അതാണ് അപ്പോൾ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ അവനുള്ളതായി ചോറ്. അപ്പോൾ അത്യാവശ്യം കറികളൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ചോറ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ഇതുപോലെ ചായ കുടിച്ചു. ചായക്ക് വേറെ കടിയും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ വറവും പൊരിവാൻ സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് മാക്സിമം. അത് കഴിഞ്ഞിട്ട് കടയിൽ ഇരിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കടയിലിരിക്കുകയാണ്. ഇനി എന്തായാലും കട അടയ്ക്കുമ്പോൾ ഒരു 9:45 എന്തായാലും ആവും. 10 മണി ചില ദിവസമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 മണിയാവും, അല്ലെങ്കിൽ 9:45 ആവും. അപ്പോൾ അങ്ങനെ കടയിൽ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യണം എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. കാരണം വീഡിയോസൊക്കെ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി കഴിക്കുന്നത് റോബസ്റ്റ പഴമാണ് കേട്ടോ. ഈ 3 എണ്ണമാണ് കഴിക്കുന്നത്. 3 എണ്ണം ചെറിയ ചെറിയ പഴമാണ്. ആ കൊലയിലത്തെ ലാസ്റ്റത്തെ പഴമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ചെറുതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.